സത്യസായി ബാബ ഒരിക്കൽ തൻ്റെ കോളേജ് വിദ്യാർത്ഥികളോട്, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നു, ടിക്കറ്റ് കൗണ്ടറിൽ ചെല്ലുന്നു, എന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് പോകേണ്ടയിടത്തേക്ക് ഒരു ടിക്കറ്റ് തരൂ എന്ന് പറയുകയാണ്. അപ്പോൾ അപ്പുറം ഇരിക്കണമെന്ന് എന്തു കരുതും? നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമ്മൾ അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹമാണ് നമുക്ക് ടിക്കറ്റ് തരേണ്ടത്. അതായത് നമ്മളുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എത്തോ ഇല്ലയോ ഉള്ള രണ്ടാമത്തെ കാര്യം. പക്ഷെ ലക്ഷ്യമില്ലെങ്കിൽ എങ്ങടാ പോവുക? ഇതേ സന്ദർഭത്തിൽ തന്നെ ഭഗവാൻ ബാബ വിദ്യാർത്ഥികളും മറ്റൊരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്ത്, അമ്മയുടെ പേര് എന്ത് എന്ന് അധ്യാപകൻ ചോദിക്കുമ്പോൾ, സാർ ഞാൻ മറന്നുപോയി, കുറിച്ച് വെച്ചിട്ടുണ്ട്, നോക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ അച്ഛനോട് ചോദിച്ചിട്ട് പറയാം എന്ന് പറയണത് എത്ര നാണക്കേടാണോ അതിനേക്കാൾ നാണക്കേടാണ് നിങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ച്, ഭാരതത്തെക്കുറിച്ച്, ഭാരത മഹിമയെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല എങ്കിൽ. മനസ്സിലായോ? അച്ഛൻ്റെ പേര് മറന്നുപോയാലും സഹിക്കാം, അതിനേക്കാൾ നാണക്കേടാണ് എൻ്റെ ഭാരതത്തെക്കുറിച്ച് എനിക്കറിയില്ല എങ്കിൽ. അപ്പം ഇതെന്തുകൊണ്ട് സംഭവിച്ചു? അതിനൊരു കൊച്ചു സംഭവം നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. അതിനുള്ള പരിഹാരവും ആ കഥയിൽ തന്നെയുണ്ട്. ഇത് ഞാൻ പറഞ്ഞ രാമായണ മാസക്കാലാണ്. ഉത്തര രാമായണത്തിൽ നിന്നാണ് ഈ കഥ പറയണത്. സന്ദർഭമൊക്കെ പറയാം. ഇപ്പം ഇത്രയും വന്ന് നമുക്കിനി താമസിച്ചത് കർക്കിടകം കഴിയണു. ഇനി നമുക്ക് മാവേലി വരാൻ പോവുകയാണ്. മാവേലി നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊക്കെയാണ് പറയണേ. എന്തെങ്കിലും ആവട്ടെ, ഇതിപ്പോൾ ഈ ആരൊക്കെ പാടി ഉണ്ടാക്കിയ പാട്ടാണെന്ന് നമുക്കറിയാമില്ല. രാമൻ്റെ കാലത്ത് അങ്ങനെയായിരുന്നു. അത് രാമായണത്തിൽ എഴുതിയിട്ടുണ്ട്. മഹാബലി മോശം എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. കഥ മുഴുവൻ കേൾക്കണേ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മഹാബലിയോട് വാമനം ചെയ്ത് ശരിയാണോ? മിക്കവാറും ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ കുട്ടികളോടൊക്കെ ചോദിക്കുമ്പം ചിലർക്ക് മടിയായിരിക്കും ഉത്തരം പറയാൻ. കാരണം ചെയ്ത് ശരിയല്ല എന്ന് എല്ലാവർക്കും അറിയാം, മുഖം കണ്ടറിയാം. എന്നാലും പറയാനൊരു പേടി. കാരണം വാമനൻ ഈശ്വരനാണല്ലോ. ഇപ്പോൾ വാമനം ചെയ്ത് ഈശ്വരൻ ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഇനി മൂപ്പരെങ്ങാനും പരീക്ഷയ്ക്ക് വല്ല മാർക്കും കുറച്ചാലോചിച്ചിട്ട് പറയാൻ ഒരു പേടി ഉണ്ടാവും. ഈശ്വരൻ എന്താ വേണ്ട. പക്ഷെ നമ്മുടെ ഈശ്വരൻ പറഞ്ഞാൽ എന്താണോ, ഈ ഈശ്വരനാണെങ്കിലും കുഴപ്പമില്ല, ആരാണെങ്കിലും കുഴപ്പമില്ല, ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നി ശരിയല്ല എന്ന് പറയണം. സത്യമേ പറയാവൂ, ധർമ്മമേ പറയാവൂ. ഇവിടെ ഈശ്വരൻ നമ്മൾ അതാ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താ വാമനം ചെയ്ത് നുണ പറഞ്ഞു? മഹാബലിയെ മുൻനിർത്തിയിട്ട് എന്തു ചെയ്തു? മൂന്നാമത്തെ അടി ചോദിച്ചു, സ്ഥലമില്ലാണ്ട് പറഞ്ഞു. മൂപ്പര് കുനിഞ്ഞിരുന്നു. വാമൻ തന്നെ ആകാശത്തോളം വളർന്നു. എന്നിട്ട് തൻ്റെ പാദം ഉയർത്തിയിട്ട് ചവിട്ടി, ബാക്കി ഇപ്പോൾ നിങ്ങൾ മുമ്പിൽ നിങ്ങളുടെ ഉള്ളിൽ പറയണം, ചവിട്ടി താഴ്ത്തി. ഇപ്പം മിക്കവാറും ചവിട്ടി താത്തുന്ന വല്ല പാടത്തൊക്കെ ആയിരിക്കും, ചെളിയിലെ ചവിട്ടി താത്താൻ പറ്റുള്ളൂ, കാരണം ചവിട്ടി താത്താനൊന്നും പറ്റില്ലല്ലോ. ഇനി എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് ഈ കഥ എവിടെ നിന്ന് കിട്ടി? മഹാബലിയുടെ ഹിസ്റ്ററി വായിക്കണമെങ്കിൽ മഹാഭാരതം വായിക്കണം, ഭാഗവതം വായിക്കണം. ഹിസ്റ്ററി എന്നല്ലേ നമുക്ക് ഒരാൾക്കുള്ള ചരിത്രം കിട്ടാൻ പറ്റുള്ളൂ. ഈ രണ്ട് ഹിസ്റ്ററി പുസ്തകം എടുത്ത് നോക്കിയാലും മഹാബലിയുടെ ഇങ്ങനെ സംഭവമേ ആ പുസ്തകത്തിലില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടി? ചിത്രകഥയിൽ നിന്ന് കിട്ടി. ചിത്രകാര കഥ ആരെഴുതി? അതാണ് ശരിയായ ഉത്തരം. അല്ലെങ്കിൽ ഏതോ ഒരാൾ എഴുതി. അപ്പോൾ ഏതോ ഒരാൾ എഴുതിയ കഥ ചുവന്നുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. മക്കൾ കേട്ടോളൂ, അങ്ങനൊരു സംഭവമേ, ഒരു ചവിട്ടിത്താത്തൽ പരിപാടി പുരാണത്തിലില്ല. സംഭവം നടക്കണം ഇങ്ങനെയാണ്. കാര്യങ്ങളൊക്കെ അറിയും. ഒന്നാമത്തെ കാര്യം, ഈ സംഭവം നടന്നത് കേരളത്തിലുമല്ല, നർമ്മദാ നദി തീരത്താണ്. ഇത് പുസ്തകത്തിലുള്ളവരാണ് ഞാനീ പറയണേ, ചിത്രകഥ പുസ്തകത്തിലുള്ളവരല്ല. നിങ്ങൾ പുസ്തകം എടുത്ത് നോക്കിക്കോളൂ. ശ്രീമദ് ഭാഗവതം, എൻ്റെ ഓർമ്മ 7ാം സ്കന്ധമാണെന്നാണ്. മഹാബലി ചരിതം പറയുന്ന ആ ഭാഗം നോക്കിയാൽ കാണാം, കൃത്യമായിട്ടുണ്ട്. മഹാഭാരതത്തിലുണ്ട്.